ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലുമാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, പണമില്ലാതെ കഷ്ടപ്പെടുന്ന കുറച്ചധികം പാവപ്പെട്ട മനുഷ്യർ, ഇന്നസെന്റ് പീപ്പിൾ, ഇവരെല്ലാം ഒത്തുകൂടി കൊള്ള സങ്കേതത്തിൽ നിന്നും 2 സേഫ് പണം മോഷ്ടിക്കാൻ തീരുമാനിക്കുന്നു. മണ്ടന്മാരായതുകൊണ്ട് തന്നെ കുറേയധികം കുഴപ്പങ്ങളിൽ ചെന്ന് രക്ഷപ്പെട്ട് അവസാനം വിജയിച്ചോ എന്നതാണ് നമ്മൾ ഈ സിനിമയിലൂടെ കാണാൻ പോകുന്നത്. 2018 റിലീസ് ചെയ്ത കൊറിയൻ ഗേറ്റ് എന്ന സിനിമയുടെ കഥാവിഷ്ടാവിഷ്കാരം ഇവിടെ ആരംഭിക്കുകയാണ്. ഇതാ കുക്കു FM-ന്റെ ഏറ്റവും പുതിയ 7 ദിവസത്തെ ഫ്രീ ട്രയൽ. ആദ്യമായി ഒരു ശബ്ദ സഞ്ചാരത്തിന് തയ്യാറാണോ നിങ്ങൾ? തികച്ചും വ്യത്യസ്തമായ ഓഡിയോ കണ്ടന്റുകൾ, ക്യാപ്റ്റിവേറ്റിംഗ് സ്റ്റോറീസ്, എൻറിച്ചിങ് ബൈറ്റ്സ്, ഇമ്പമേറുന്ന ഒരുപാട് പ്ലേലിസ്റ്റുകൾ എല്ലാം നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ഇന്ന് തന്നെ സൈനപ്പ് ചെയ്യൂ. 7 ദിവസത്തെ ഫ്രീ ട്രയൽ. അൺലോക്ക് ദ വേൾഡ് ഓഫ് എന്റർടൈൻമെന്റ് ആൻഡ് നോളജ്. ഞാനിപ്പോൾ മാധവിക്കുട്ടിയുടെ ഒറ്റയടിപ്പാത കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒറ്റയ്ക്ക് നടക്കാൻ വിധിക്കപ്പെട്ടവളുടെ കഥ മാത്രമല്ല, പല ജോണറുകളിലുള്ള ഒരുപാട് പുസ്തകങ്ങൾ, റുഡ്യാർഡ് ക്ലിപ്പിങ്ങിന്റെ ലോകോത്തര കഥകൾ, സാമ്പത്തിക ഭദ്രത മനസ്സിലാക്കാൻ സേവിംഗ് സ്കീംസ്, ഏത് ജോണർ വേണം എല്ലാമുണ്ട് ഇവിടെ. പ്രാദേശിക ഭാഷയിൽ 20-ൽ പരം പുസ്തകങ്ങൾ എല്ലാ മാസവും ആഡ് ചെയ്യുന്നു. അടുത്ത 7 ദിവസത്തേക്ക് 1000-ൽ പരം ഓഡിയോ ബുക്കുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ശ്രവിക്കാം. ലിസൺ എനി ടൈം എനിവെയർ. വർക്കൗട്ട് ചെയ്യുമ്പോഴോ, റിലാക്സ് ചെയ്യുമ്പോഴോ, കിച്ചൺ വർക്ക് ചെയ്യുമ്പോഴോ എപ്പോൾ വേണമെങ്കിലും കേട്ടുകൊണ്ടിരിക്കാം. എല്ലാ പ്രായക്കാർക്കും സൂട്ടബിൾ ആണ്. ഏത് ഫാമിലി ട്രിപ്പിനും നല്ല കമ്പാനിയനാണ്. പുതിയ അറിവുകൾ ലഭിക്കുന്നത് ആരാണ് ഇഷ്ടപ്പെടാത്ത? ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. സൈനപ്പ് ചെയ്യുന്ന എല്ലാവർക്കും അടുത്ത 7 ദിവസം ഫ്രീ ആയിട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഡു നോട്ട് മിസ് ദ ഓപ്പർച്യൂണിറ്റി. എല്ലാ എപ്പിസോഡുകളും ഇപ്പോൾ അൺലോക്ക്ഡ് ആണ്. പ്രീമിയം ഫീച്ചേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓഫ്ലൈൻ ലിസണിംഗ്, ആഡ് ഫ്രീ കണ്ടന്റുകൾ, എക്സ്പ്ലോർ ദ ലിമിറ്റ്ലെസ് കണ്ടന്റ്, നെവർ ബിഫോർ ഓഫർ. ഇനി സ്ക്രീനിൽ 99 രൂപ കാണിക്കുന്നുണ്ടെങ്കിലും വെറും 2 രൂപ മാത്രമേ ഡിഡക്റ്റ് ആവുള്ളൂ. അതും നിങ്ങൾക്ക് റീഫണ്ടഡ് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ലഭിക്കും. ഈ സബ്സ്ക്രിപ്ഷനും ഫ്രീ ട്രയൽ സമയത്ത് എപ്പോൾ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാം. എന്നാൽ പിന്നെ എന്തിനു മടിക്കുന്നു? ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. എന്നാൽ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ TV-യിലെ ന്യൂസ് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മഞ്ഞപ്പുള്ളയാണ് ഒരു കഥാപാത്രം. അവൻ ഡ്യൂട്ടിക്ക് സമയമായി എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ധൃതിപ്പെട്ട് ഓടുകയായിരിക്കും. ഡ്യൂട്ടി എന്താന്ന് വെച്ചാൽ മജാജ് ഗേൾസ് അവൈലബിൾ ആണ്. ഇന്ന നമ്പറിലേക്ക് വിളിക്കൂ. ക്രീമുണ്ട്, ഓയിലുണ്ട്, പിന്നെ ഡ്രൈ മസാജും ഉണ്ട്. കോണ്ടാക്ട് ചെയ്യൂ. ഇന്ന നമ്പർ. ഇനി അടുത്ത കഥാപാത്രം ഒരു വലിയ പൈസക്കാരി. ഈ പണക്കാരിയുടെ തുണിക്കടയാൻ തോന്നുന്നുണ്ട് ഇത്. എന്തായാലും പുള്ളിക്കാരി ഓരോ തുണികളായിട്ട് എടുത്ത് ഇഷ്ടപ്പെടാതെ മാറ്റി അവസാനം ഒരു മുറുകിയ വരിത്തുണിയും വലിച്ചു കയറ്റും. അതാണെങ്കിൽ ഫിറ്റ് ആവണില്ല. ചെറിയ പിള്ളേരെ തുണിയാൻ തോന്നണം. അത് ഫിറ്റാവാത്ത ദേഷ്യം അടുത്തുള്ള പെണ്ണിന്റെ മോന്തക്കടിച്ച് തീർത്തിട്ട് ഞാൻ തുണി ഇടുന്ന കണ്ടിട്ട് ചിരിക്കുന്നോടീന്ന് ചോദിക്കും ആ പെണ്ണുമ്പിള്ള. പാവം, ഈ പെൺകുട്ടി ചിരിച്ചിട്ടില്ല. എന്നാലും ഇതിനെന്തോ ഒരു ഈഗോ. ഇനി മേലെ ഈ പെണ്ണ് ഈ കടയിൽ കാണാൻ പാടില്ലെന്ന് അത് മാനേജറോട് പറയും. മാനേജർ സോറി മാഡം, ഞാൻ ആ പെണ്ണിനെല്ലാം പഠിപ്പിച്ചു കൊടുക്കണമായിരുന്നു, തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കുറെ ക്ഷമയൊക്കെ ചോദിച്ച് ഈ അടി കിട്ടിയ പെണ്ണിനെ, അതാണ് നമ്മുടെ നായിക, അവളെ ജോലിന്ന് പറഞ്ഞു വിടാണ്. അവളാണെങ്കിൽ ചേച്ചി ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, എനിക്ക് ഈ ജോലിയും പോയാൽ വേറെ ജോലിയില്ലെന്ന് പറയുമ്പോൾ ആ അക്ക പറയും, നീ ഇപ്പോഴും ഒറ്റത്തടിയല്ല മോളെ, എവിടെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് ജീവിച്ചോളൂ. പക്ഷെ എനിക്ക് കുട്ടിയും കുടുംബവും ഉണ്ട്. ആ താടകയുടെ കാലിൽ നീ വീണിരുന്നെങ്കിൽ നീ രക്ഷപ്പെട്ടേനെ. നീ അതും ചെയ്തില്ല. എനിക്ക് വേറെ വഴിയില്ല, നിന്നെ പറഞ്ഞു വിടാതെ വേറെ വഴിയില്ല. എന്റെ ജോലി പോകുന്നു പറഞ്ഞ് ഇവളെ ജോലിന്ന് പറഞ്ഞു വിടുന്നു. വിഷമത്തോടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന പെണ്ണിന് മുന്നിൽ നമ്മൾ നേരത്തെ കണ്ട ആ മഞ്ഞപ്പുള്ള വരും. ഇയാള് ഹീറോയിന്റെ അയൽക്കാരനാ. തൊട്ടടുത്ത ഫ്ലാറ്റിലാണ് താമസിക്കുന്നു. എനിക്ക് കറന്റ് ബില്ല് വന്നിട്ടുണ്ട് കണ്ടോ, 200 രൂപയാ, അത് എത്രയും പെട്ടെന്ന് കൊടുക്കണം എന്ന് പറയും. അപ്പൊ ഹീറോയിനാണെങ്കിൽ താനെന്തിനാടോ എന്നോട് വന്ന് എപ്പോഴും പണം ചോദിക്കുന്നു? ഞാനും താനും തമ്മിൽ എന്താ ബന്ധം? നീ എനിക്ക് പണം ഒന്നും തന്നു വെച്ചിട്ടില്ലല്ലോ, ഇനി മേലെ എന്റെ മുന്നിൽ വരരുതെന്നും പറഞ്ഞ് മാറിപ്പോകും. ഇങ്ങേര് ലേശം പൊട്ടന പാവം. ആരെങ്കിലും തരുന്ന പണമൊക്കെ വാങ്ങിച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു പാവ മനുഷ്യൻ. അയൽ വീട്ടിലെ കൊച്ചിനോട് ഭയങ്കര ഇഷ്ടമാണ്, അവക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും എന്നും പറഞ്ഞ് കാശ് ചോദിക്കാൻ പാടുണ്ടോ? വാട്ടവർ, നമ്മളത് ഇടപെടുന്നില്ല. ഇപ്പൊ ഇവിടെ ഹീറോയിൻ, നായിക കുഞ്ഞ്, നല്ല ഭംഗിയുണ്ട് കാണാൻ, ഒരു കൊറിയൻ കൊച്ചു സുന്ദരി. എനിവേ, കം ടു ദ പോയിന്റ്. ഇവൾ ആ ജോലി പോയി കഴിഞ്ഞ് പല സ്ഥലത്തും ജോലി അന്വേഷിച്ച് നടപ്പുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. ഈ സമയത്താണ് നമ്മുടെ പഴയ പണക്കാരിയെ കാണിക്കുന്ന പണക്കാരി അമ്മ. ഈ പണക്കാരി അമ്മയ്ക്ക് ഒരു കളിക്കൂട്ടുകാരനുണ്ട്, ചെറുപ്രായമുള്ള ഒരു കളിക്കൂട്ടുകാരൻ. പുള്ളിക്കാരിയുടെ മാനേജറാണ് ഇയാൾ. എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് കൊടുക്കുന്ന ഒരു മാനേജർ. അവരെ കാണിച്ചു കഴിഞ്ഞ് വീണ്ടും ഹീറോയിന്റെ ഫ്ലാറ്റിലേക്ക് വന്നാൽ അവിടെ 2 വട്ടിപ്പലിശക്കാര് കാത്തിരിപ്പുണ്ട്. അവരിങ്ങനെ ഡോറി തട്ടാണ്, തുറക്കടേ എന്ന് പറഞ്ഞു. അപ്പൊ ഹീറോയിൻ ഓടി വന്ന്, നിങ്ങളൊക്കെ ആരാ? ഇതെന്റെ അപ്പാർട്ട്മെന്റ് ആണ്, നിങ്ങൾ ഇവിടെ എന്നാ ചെയ്യണമെന്ന് ചോദിക്കും. അപ്പൊ അവര് പറയും, അകത്തുള്ള പെൺകുട്ടി ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ട്, അത് അവള് തിരിച്ചു തന്നിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളുടെ ബോസ് അവളെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു എന്ന് പറയും. അപ്പൊ ഇവള്
ഇതെന്റെ കസിനാണ്. പെൺകുട്ടിയൊന്നും ഈ സമയത്ത് വിടാൻ പറ്റില്ല. ഞാൻ അവൾക്ക് വേണ്ടി ഉറപ്പ് നൽകുന്നു. എത്രയും പെട്ടെന്ന് ഞങ്ങൾ പണം ഏർപ്പാടാക്കി തരാം. ഇത് കണ്ടോണ്ടിരുന്ന നമ്മുടെ മഞ്ഞപ്പുള്ള, സിയോൺ നീ വിഷമിക്കാതെ, ഇവിടെ എന്താണ് പ്രശ്നം, ഞാൻ സോൾവ് ആക്കി തരാം. അപ്പൊ ഇവര് ചോദിക്കും, നീ ആരാടാ? ഞാൻ ഇവരുടെ നെയ്ബറാണ്, അതുകൊണ്ട് ഞാനും ഉറപ്പ് തരുന്നു. ഓ, നിങ്ങൾ രണ്ടും ഉറപ്പ് തന്നാൽ ഞങ്ങൾ ഇവിടുന്ന് പോകണം. അവൾക്ക് വേണ്ടി നീ ഉറപ്പ് തരും, നിനക്ക് വേണ്ടി അവൻ ഉറപ്പ് തരും. അവന് വേണ്ടി ആര് ഉറപ്പ് തരും? ഞങ്ങൾക്ക് ഇപ്പൊ പണം തരാൻ കയ്യിലില്ല, എത്രയും പെട്ടെന്ന് ഏർപ്പാടാക്കാം, കുറച്ച് സമയം തരൂ. പണം റെഡി ആയില്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ചെയ്തോളാന്നും പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ച് അവരെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് ഹീറോയിൻ കസിനോട് ചോദിക്കുകയാണ്, നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? എന്തിനാണ് നീ വട്ടിപ്പലിശക്കാരുടെ കയ്യിൽ നിന്ന് ലോൺ വാങ്ങിച്ചത്? അത് ചോദിക്കുമ്പോൾ കസിൻ പറയാണ്, അവള് ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനി തന്നെ ഈ നാട് വിട്ടുപോയി. ജോലിയില്ലാത്തതുകൊണ്ട് വരുമാനത്തിന് വേണ്ടി ഇവളൊരു ഇൻവെസ്റ്റ്മെന്റ് പരിപാടിയിൽ ചേർന്നു. അതിനുവേണ്ടിയാണ് ഈ പണം കടം വാങ്ങിച്ചത്. അവളുടെ നല്ല സമയത്തിന് ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിയും ഈ നാട് വിട്ടുപോയി. പിന്നെ അഡ്രസ് ഇല്ല. അവളുടെ നല്ല സമയം. അങ്ങനെ പെണ്ണിപ്പോ പെട്ടുകിടക്കാണ്. പിറ്റേ ദിവസം ഇവര് കാശ് വാങ്ങിച്ചില്ലേ, ആ വട്ടിപ്പലിശക്കാരുടെ ഓഫീസ് കാണിക്കുന്നു. അവിടുത്തെ മാനേജറാണ് നമ്മൾ നേരത്തെ കണ്ട ആ പണക്കാരി പെണ്ണിന്റെ കളിക്കൂട്ടുകാരൻ. അയാളിപ്പോ ഏതോ ഒരുത്തനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ആ പിടിച്ചു വെച്ച ആള് കുറച്ച് പണം കൊടുക്കാനുണ്ട്. സമയം കഴിഞ്ഞുപോയി. വീണ്ടും വീണ്ടും അയാൾ സമയം ചോദിക്കുക. അതിന് ഒരുപാടിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇവന്റെ ഇന്ന് പണം വാങ്ങിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഇവന് ആസ്തിയൊന്നുമില്ല. അതുകൊണ്ട് ഇവന്റെ ഓർഗൻ എടുക്കാൻ വേണ്ടി ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകും. അവരെടുത്തോളൂ എന്ന് പറഞ്ഞ് അവൻ അടിക്കാരെ വെച്ച് ഇയാളുടെ ഓർഗൻ എടുക്കാൻ വേണ്ടി ആളെ തല്ലി എടുത്തോണ്ട് പോവാണ്. അത് കഴിഞ്ഞൊരു മന്ദപ്പം വരുന്നുണ്ട്. ഇങ്ങേർക്ക് വലിയ റോളില്ല, എന്നാൽ പോലും ഇപ്പൊ ഇവിടെ നടക്കുന്ന ബിസിനസ്സിലെ പാർട്ട്ണറാണ് ഈ മന്ദപ്പൻ. ഇത് ഈ കളിക്കൂട്ടുകാരന്റെ സുഹൃത്തും സഹപാഠിയും പിന്നെ ബിസിനസ് പാർട്ട്ണറുമാണ്. എന്നാലും ബിസിനസ് നേരെ ശ്രദ്ധിക്കാതെ ആള് ചൂതാട്ടവും കളിച്ച് നടക്കായിരിക്കും. അതുകൊണ്ട് കൂട്ടുകാരൻ നല്ലിട്ട് പൊട്ടിക്കുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മൾ നേരെ പോകുന്നത് ജയിലിലേക്കാണ്. ജയിലിൽ ശിക്ഷയും കഴിഞ്ഞ് ഒരു നല്ല വ്യക്തി പുറത്തേക്ക് വരുന്നു. പുള്ളിക്കാരന്റെ അളിയൻ അളിയോ അളിയോന്നും വിളിച്ച് കണ്ണടയിട്ട് മരത്തിന്റെ മറവി ഒളിച്ചിരിപ്പുണ്ടാവും. ഞാൻ ഇവിടെ ഉണ്ടേ എന്ന് പറഞ്ഞു. അളിയനെ കണ്ട ഉടനെ സ്നേഹത്തിൽ ഒരുപാട് തല്ലുന്നുണ്ട് ഈ അളിയൻ. കാരണം അവൻ കാരണം ജയിലിൽ പോകേണ്ടി വന്നു. നിറച്ചും പൊട്ടിയിൽ കൊള്ളുമ്പോൾ നിങ്ങൾക്ക് തിന്നാൻ ഞാൻ തോഫ് കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ഇയാൾ തോഫ് കൊടുക്കും. അത് അവന്റെ മോന്തയ്ക്കനെ വലിച്ചെറിഞ്ഞ് വീണ്ടും അടി. ഇവര് പണ്ടങ്ങാണ്ട് ചെയ്ത ഏതോ കള്ളത്തരത്തില് ഈ അളിയൻ പിടികൊടുക്കാതെ എല്ലാ കേസും മൂത്ത അളിയന്റെ തല വെച്ചു കൊടുത്ത് പുള്ളിയെ ജയിലിൽ പറഞ്ഞു വിട്ടതാ. എന്തായാലും അതങ്ങനെ അവിടെ നടക്കുമ്പോൾ ചന്തമുള്ളൊരു ഹാക്കർ ചെറുക്കൻ. ഈ ചെറുക്കന്റെ അമ്മയ്ക്ക് ക്യാൻസർ ആണ്. ക്യാൻസർ ട്രീറ്റ്മെന്റിന് സർജറിക്ക് ഇവർക്ക് പണമില്ല. ഞാൻ എങ്ങനെയെങ്കിലും പണം കണ്ടെത്തും, അമ്മയെ വിഷമിക്കല്ലേ, അമ്മയെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് മോൻ അമ്മയെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. കാര്യമില്ല. വീണ്ടും നമ്മുടെ സുന്ദരി ചേച്ചിയുടെ അടുത്തേക്ക് വന്നാൽ മഞ്ഞപ്പുള്ള പുതിയ ഏതോ ഫോം കൊണ്ടുവന്ന് കാണിക്കും ചേച്ചിയുടെ മുന്നിൽ. നിന്നെ അവർ കാരണമില്ലാതെ പുറത്താക്കിയില്ലേ, അതുകൊണ്ട് ആ കമ്പനിക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അതിന്റെ ഡിസ്മിസൽ അപ്ലിക്കേഷനാണ് അത്, അൺഫെയർ ഡിസ്മിസൽ അപ്ലിക്കേഷൻ. ബാക്കിയെല്ലാം ഞാൻ പൂരിപ്പിച്ചിട്ടുണ്ട്. നീ സൈൻ ചെയ്താൽ ഈ കേസ് നമുക്ക് ഫയൽ ചെയ്യാം. നിനക്ക് വേണ്ട പാരിതോഷികം അവർ തരേണ്ടതാണ്. ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴേ കേൾക്കുന്നു. ഒരു കമ്പനി തോന്നിയാസത്തിൽ ഒരാൾ ഒഴിവാക്കിയാൽ നഷ്ടപരിഹാരം കൊടുക്കണം. അവരെ നാട്ടിൽ അത് സ്ട്രോങ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നീ എനിക്ക് വേണ്ടി ഇത്രയും ചെയ്തല്ലോ ഗുങ്കു, നീ മാത്രമേ എനിക്കുള്ളൂ എന്നും പറഞ്ഞ് അവൾ പോകാൻ നിൽക്കും. എന്നാലും പെട്ടെന്നൊരു ഓർമ്മ, താൻ എന്നോട് പണം ചോദിച്ചിരുന്നല്ലോ, ഇന്നാ പിടിച്ചോന്നും പറഞ്ഞ് 200 രൂപ കൊടുക്കുന്നുണ്ട്. മഞ്ഞപ്പുള്ള നന്ദിയൊക്കെ പറഞ്ഞിട്ട് പോകും. അത് കഴിയുമ്പോൾ നമ്മുടെ അച്ഛനും അങ്കിളും ചേർന്ന് ഒരു വീടിന്റെ നമ്പർ ലോക്ക് പ്രസ് ചെയ്ത് തുറക്കുന്നു. ഏതാ വീടെന്ന് നമുക്ക് ആദ്യം അറിയില്ല. ഇവര് തുറന്ന് അകത്ത് കയറാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ മഞ്ഞപ്പുള്ള വരുന്നത്. ആരോടോ നിങ്ങൾ രണ്ടുപേര് കള്ളന്മാരെ പോലെ ഇവിടെ എന്താ ചെയ്യണം ചോദിക്കും. രണ്ടുപേരും പേടിച്ചിക്കുക. നമ്മുടെ അളിയൻ മെല്ലെ തിരിഞ്ഞു നോക്കിയിട്ട് ഇവനെ കണ്ടാൽ അത്ര ബുദ്ധിയുള്ളവനാണെന്ന് തോന്നണില്ല, അതുകൊണ്ട് പേടിക്കണ്ട എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് അങ്ങേര് പറയും, ഞാൻ സിയോന്റെ അങ്കിളാണെന്ന്. അതായത് ഹീറോയിന്റെ അങ്കിളാണെന്ന്. മറ്റത് ഹീറോയിന്റെ അച്ഛനാണെന്ന്. ഞങ്ങള് മോളെ കാണാൻ വന്നായിരുന്നു. ഇത് കേട്ടുടനെ പുള്ളിക്കാരൻ കാലേ വീഴും. എന്റെ വരുംകാല അമ്മാവനാണ്, നിങ്ങൾ അനുഗ്രഹിക്കണം. ഞാൻ ആളറിയാതെ സംസാരിച്ചു പോയി. വരൂ വരൂ നമുക്ക് വീട്ടിൽ കയറാന്ന് പറയുമ്പോഴാണ് കസിൻ വരുന്നത്. കസിൻ ഇവരെ കണ്ട് തിരിച്ചറിയും. സംഭവം അവർ പറഞ്ഞ സത്യം തന്നെയാണ്. ഒന്ന് ഹീറോയിന്റെ അങ്കിളും മറ്റേത് അമ്മാവനുമാണ്, അല്ല അപ്പനുമാണ്. അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മുടെ പണക്കാരി ചേച്ചി. ഈ ചേച്ചി ടാബ്ലറ്റിൽ കൂടെ കാണാൻ കൊള്ളാത്ത ഒരു വീടിന്റെ പരിസരമൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. അവിടെ എന്താണെന്നറിയില്ല. അതേസമയം ഫോണിൽ ആരോടോ പറയുന്നുണ്ട്, മുഴുവൻ പണം അയച്ചേക്ക്, ഞാനത് അവിടെ സ്റ്റോർ ചെയ്തോളാം, എന്നിട്ട് ഈ മാസം തന്നെ നമുക്കത് സ്വിസ് അക്കൗണ്ടിലേക്ക് മാറ്റാം. ഒരുപാട് പണമുള്ള ആൾക്കാരൊക്കെ അതുകൊണ്ട് ഈ സ്വിസ് ബാങ്കിൽ ഇടുമെന്ന് കേട്ടിട്ടുണ്ട്. ബ്ലാക്ക് മണി കൊണ്ടുപോയി സ്വിസ് ബാങ്കിൽ ഇട്ടാൽ അതവിടെ കിടന്നോളും എന്ന് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കളിക്കൂട്ടുകാരൻ വരുന്നു. കളി കഴിഞ്ഞ കളിക്കൂട്ടുകാരനിരിക്കുമ്പോൾ ഈ അക്ക തന്റെ പ്രേമ കാമുകന് പുതിയൊരു മൊബൈൽ ഗിഫ്റ്റായിട്ട് കൊടുക്കും. അതും റിലീസാവാത്ത മൊബൈൽ. അവൻ ഒരുപാട് സന്തോഷമായി. അതും കണ്ട് അവളെ ചിരിച്ച് രസിക്കവേ ഇവിടെ ഹീറോയിൻ തിരിച്ച് വീട്ടിലേക്ക് വരും. തന്റെ അപ്പനെയും അങ്കിളിനെയും കണ്ട ഉടനെ നിലവിളിച്ച് അവരുടെ തുണിയും പരിപാടികളൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ്, എന്തിനാണോ നിങ്ങളൊക്കെ കയറി വന്നത്, പെറ്റ മോളുടെ കയ്യിൽ നിന്നും കൂടെ കട്ടെടുക്കാൻ വേണ്ടിയിട്ടാണോ, ഇറങ്ങി പൊക്കോന്നും പറഞ്ഞ് സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് ചീത്ത പറഞ്ഞ് അപ്പനെയും
അമ്മ അവനെ അടിച്ച് പുറത്താക്കുകയാണ്. പടിയടച്ച് പിണ്ടം വെച്ചു. ഇനിയിപ്പോൾ എവിടെ പോകും, പോകാനൊരിടമില്ലല്ലോ എന്നും പറഞ്ഞ് ഇവർ കൺഫ്യൂസായി വിഷമത്തി തലതൂങ്ങിയിരിക്കുമ്പോഴാണ് കസിൻ പെണ്ണ് പറയുക, ഒരു കാര്യം ചെയ്യാമാവ, ഈ മഞ്ഞപ്ര വെറുതെ ഒരു ഉപയോഗമില്ലാതെ അടുത്ത ഫ്ലാറ്റിലെ താമസിക്കുന്നു, നിങ്ങൾ അവിടെ താമസിക്കും, അയാൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, റെന്റ് കൊടുത്താൽ മതി എന്ന് പറയും. പുള്ളിക്കാരൻ അതൊന്നും പറ്റില്ല, ഞാൻ വളരെ പ്രൈവസിയായി സന്തോഷത്തോടെ കഴിയാം, ഇവരെ ഒന്നും ചേർക്കാൻ പറ്റില്ല എന്ന് പറയും. അവർ കാശ് തരുവോടോ, നിനക്കാണെങ്കിൽ കറണ്ട് ബില്ല് കൊടുക്കാൻ പോലും പണമില്ലല്ലോ, അവർ നിറച്ച് പണം തരും എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ ആലോചിക്കാം, വാടക കൊടുക്കാനുള്ള പണം അവർ തരികയാണെങ്കിൽ താമസിച്ചോട്ടെ എന്നും പറഞ്ഞ് വീടിനകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. ഇവര് കയറി നോക്കുമ്പം ഇതെന്നോട് ബോധിധർമ്മന്റെ കാലഘട്ടോ, വേറൊരു ലോകത്തേക്ക് കടന്ന പോലെ. വീടിനകത്ത് കറണ്ടില്ല, എല്ലാ ഭാഗത്തും മെഴുകുതിരി കത്തിച്ചു വെച്ചിരിക്കുക. മഞ്ഞപ്പിള്ള പറയും, നിങ്ങൾ വിഷമിക്കണ്ട, മോളെ കൂടെ തന്നെ താമസിക്കുകയാണെന്ന് വിചാരിച്ചാൽ മതി, തൊട്ടടുത്ത മുറിയിലല്ലേ അവരുള്ളത്, അവരുടെ എല്ലാ ചലനങ്ങളും കേൾക്കാം, കൂടുതലായിട്ട് കേൾക്കണമെങ്കിൽ ഇങ്ങനെ ചെവി വെച്ചിരുന്നാൽ മതി എന്നും പറഞ്ഞ് അവൻ ആക്ഷൻ കാണിച്ചു കൊടുക്കും. അവൻ ഡെയിലി കേൾക്കുന്നുണ്ടെന്ന് തോന്നണു, അവിടെ ചെവി വെച്ചതിന്റെ പാടുമുണ്ട്. ഇത് കണ്ടിട്ട് അങ്കിള് ഇവൻ മെന്റലി ചാലഞ്ചഡ് ആണെന്ന് തോന്നുന്നുണ്ട്, രാത്രി നമ്മളെ തിന്നാലോ അവൻ. അച്ഛൻ പറയും, അങ്ങനെയൊന്നും പറയല്ലേ പാവഞ്ചക്കൻ. അപ്പൊ മഞ്ഞപ്പുള്ളിയാണെങ്കിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ആയിട്ട് എനിക്കൊരു 50 രൂപ തരുമോ, ഒരു വിശ്വാസത്തിന്, ഞങ്ങൾ നാളെ തരാം, നീ പോയി കിടന്ന് ഉറങ്ങാൻ പറയും. ഇവർ നാളെ എത്ര മണിക്കാന്ന് ചോദിക്കുമ്പോൾ ഇവർ മിണ്ടുന്നില്ല. ശരി, എന്തായാലും അവിടുത്തെ സീൻ കഴിഞ്ഞ് അക്ക ആരെയോ വിളിക്കുന്നുണ്ട്, നമ്മുടെ പണക്കാരമ്മച്ചി ആരെയോ വിളിക്കുന്നുണ്ട്. സംഭവം കുറേ പണം ഇവര് കൊണ്ടുപോയി ഏതോ സ്പെഷ്യൽ സ്ഥലത്ത് വെക്കുവാണ്. അതിന് കളിക്കൂട്ടുകാരനെയാണ് വിളിച്ചു പറയുന്നത്. ഉമ്മയൊക്കെ കൊടുത്ത് ഇവർ കിയാ കാറിൽ വന്ന പണവും വാങ്ങിച്ചിട്ട് ഈ സേഫുള്ള ഭാഗത്തേക്ക് പോകുന്നു. കൂടെ തന്നെ ആ പാർട്ട്ണറും ഉണ്ട്. പാർട്ട്ണർ ചോദിക്കും, ആ തള്ളയ്ക്ക് പ്രായമായില്ലേ, അത്ര ബോധമൊന്നും ഉണ്ടാവില്ല, ഇതിൽ ഒരു പെട്ടി നമുക്ക് മാറ്റിയെടുത്താലോ, നിറച്ച് പണം ഉണ്ടാവില്ലേ. അപ്പൊ ആ കളിക്കൂട്ടുകാരൻ പറയും, നീ ചിന്തിക്കുന്ന പോലെ തന്നെ പണ്ടൊരു ഡെലിവറി ചെറുക്കൻ കുറച്ച് പണം എടുത്ത് മാറ്റി, പിറ്റേന്ന് നാട്ടുകാര് മലയുടെ മണ്ടയിൽ അവൻ തൂങ്ങി മരിച്ചതായിട്ടാണ് കണ്ടത്. നിനക്ക് അതിലും മോശമായിരിക്കും വിധി, വല്ല പുലിയും തിന്ന് മിച്ചം വെച്ച ഇറച്ചി മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ, വെറുതെ അവരോട് കളിക്കണ്ടെന്നും പറഞ്ഞ് ഇവര് പോവുകയാണ്. പോയി നേരെ ചെല്ലുന്നത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, ആരോരും ഇല്ലാത്ത അടച്ചു പൂട്ടിയ ഒരു പഴയ പഞ്ച വീട്. കാണുമ്പോൾ വലിയ രസമൊന്നുമില്ല. ഈ വീട്ടിലാണ് അവരുള്ള പണമൊക്കെ പതുക്കി വെക്കുന്നത്, കാണുമ്പോൾ ആർക്കും അറിയില്ല. അത് കഴിഞ്ഞ് ഇവിടെ മഞ്ഞപ്പുള്ളയുടെ വീട്ടില് അച്ഛനും അങ്കിളും രാവിലെ എഴുന്നേറ്റ്, ഞങ്ങൾ നിനക്ക് തരാമെന്ന് പറഞ്ഞില്ലേ, ആ പണം ഇന്നാന്നും പറഞ്ഞ് ഒരു 50 രൂപ സംതിങ് കൊടുക്കുന്നുണ്ട്. മഞ്ഞപ്പുള്ള അതും വാങ്ങിച്ചിട്ട് സന്തോഷത്തോടെ ഓടി ചെന്ന് ഈ പണം ഒളിച്ചു വെക്കാൻ നോക്കുമ്പോൾ ഇവൻ നേരത്തെ വെച്ചിരുന്ന പണമൊക്കെ ഇല്ലേ, അതൊന്നും കാണുന്നില്ല. ഇവൻ ഈ പണം തന്നെ തിരിച്ചും മറിച്ച് നോക്കും. അപ്പൊ മനസ്സിലായി ഇവന്മാര് സ്വന്തം വീടിനകത്തുനിന്ന് പണം അടിച്ചു മാറ്റിയതായിരുന്നു. എന്നിട്ട് ഓടിക്കുക 2 ഞാൻ അപ്പോഴേ പറഞ്ഞല്ലടാ, അവന്റെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റേണ്ട, അവൻ മനസ്സിലാക്കും, വീട്ടിലടാ 2 പറഞ്ഞ് ഓടി. മഞ്ഞപ്പുള്ള പിടിച്ചു. ഇങ്ങർക്കാണെങ്കിൽ കാലിന് വയ്യാത്ത ആളാ ഈ അങ്കിള്, ഓടാൻ പറ്റൂല. എന്റെ പണം എവിടാ, എന്നെ തന്നെ നിങ്ങൾ പറ്റിക്കാൻ നോക്കുന്നോ, ഞാൻ 200 രൂപ വെച്ചിരുന്നു അവിടെ, ഇപ്പൊ 50 ബാക്കിയുള്ളൂ, 200 എവിടെ എന്ന് ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നു പറയാ. സംഭവം അച്ഛനോട് അങ്കിൾ 100 കിട്ടിയുള്ളൂ എന്നാണ് പറഞ്ഞത്, 200 കിട്ടിയ കാര്യം പറഞ്ഞിട്ടില്ല. നീ എന്നെയും പറ്റിച്ചോടാ നാറിയെന്ന് പറഞ്ഞിട്ട് അവന്റെ അരയെ നോക്കുമ്പോൾ 100 ബാക്കിയുണ്ട്. തമ്മി പറ്റിപ്പീര് രാമന്മാരാ. അവസാനം ആ പണം എടുത്ത് ആ 100ഉം പിന്നെ കൊടുത്ത 50 ചേർത്ത് 150, ഇനി ഒരു 50 ബാക്കി തരാനുണ്ട്, ഞങ്ങളത് എത്രയും പെട്ടെന്ന് തരാമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കയറണം എന്ന് ചോദിക്കുന്നുണ്ട്. സിയോന്റെ അച്ഛനായതുകൊണ്ട് തന്നെ മഞ്ഞപ്പുള്ള കുറെ ചീത്തയൊക്കെ പറയുമെങ്കിലും ക്ഷമിച്ച് അവരെ വീണ്ടും വീട്ടിനകത്ത് താമസിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ നേരം നമ്മുടെ പലിശക്കാരില്ലേ, അവര് വീണ്ടും തിരിച്ചു വരുന്നു. ഒരു പൊക്കക്കാരനും കുള്ളനും. അവരിനിയും സമയമൊന്നും തരാൻ പറ്റില്ല, രണ്ടും വാന്നും പറഞ്ഞ് കസിനെയും ഹീറോയിനെയും വിളിച്ചോണ്ട് വരും ബോസിന്റെ ഓഫീസിലേക്ക്. ദേഷ്യപ്പെട്ട് വിളിച്ചോണ്ട് വരുമ്പം നമ്മുടെ ബോസ് കളിക്കൂട്ടുകാരൻ, പുള്ളി ഹീറോയിനെ കണ്ട് തളകിതനാവും. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഓ മേഡം വരൂ ഇരിക്കൂ, നിങ്ങൾ പണം കൊണ്ടുവന്നിട്ടുണ്ടോ? ഈ ഡച്ച് ബാഗുകളുടെ കയ്യിൽ പണമൊന്നുമില്ല, കയ്യം വീശി വന്നിരിക്കുകയാണെന്ന് അടിക്കാർ പറയും. ഉടനെ കളിക്കാരൻ കസ്റ്റമേഴ്സിനോട് മാന്യമായിട്ട് പെരുമാറണം. വൃത്തിയോട് പറയുന്നു, മാഡം ഞാൻ സോറി ചോദിക്കാം, നിങ്ങൾ പണം കൊണ്ടുവന്നിട്ടുണ്ടോ? എന്താവശ്യത്തിനാണ് വന്നത്? ഹീറോയും പറയും, ഇപ്പം ഞങ്ങളുടെ കയ്യിൽ തരാൻ പണമില്ല, കുറച്ച് സാവകാശം കൂടി വേണം, എത്ര സമയം നിങ്ങൾ തരും? അപ്പൊ കളിക്കാരൻ, സാധാരണ ഒരാഴ്ച വരെ സമയം ഞങ്ങൾ കൊടുക്കും പാവങ്ങളാവുമ്പോൾ. നിങ്ങളെ കാണുമ്പോൾ ഒരുപാട് സ്ട്രഗിളുള്ളതായിട്ട് തോന്നുന്നു, കഷ്ടപ്പെടുന്നതായിട്ട് തോന്നുന്നു, നല്ല പിള്ളേരാണ്, അതുകൊണ്ട് 1 മാസം എടുത്തോളൂ, 1 മാസത്തിൽ തിരിച്ചടച്ചാൽ മതി. കൂടുള്ളവരൊക്കെ ഞെട്ടിപ്പോവും, ഒപ്പം നമ്മുടെ കസിനും. ഇയാളാണോ ഇതൊക്കെ പറയുന്നത്? ഹീറോയിൻ, നന്ദിയുണ്ട്, 1 മാസത്തിൽ തിരിച്ചുതരാമെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നു. ഇയാൾ പുറകെ ചെന്ന് പെട്ടെന്ന് പോകേണ്ട ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. അവള് വകവയ്ക്കില്ല. അവിടെ നിന്ന് നേരെ ഇറങ്ങി ചെന്ന് പണം തിരിച്ചു കൊടുക്കണമല്ലോടി, എന്തേലും വഴി കാണുന്നുണ്ടോ എന്ന് ഇവള് കസിനോട് ചോദിക്കും. കസിൻ പറയും, ഒരു 500 രൂപ ബാങ്കിൽ കാണും, പക്ഷെ അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ട് കട്ടായിപ്പോവും. എന്നാ പിന്നെ ഒരു ലോൺ എടുത്താലോ? ലോൺ എടുക്കുന്നത് നല്ല മാർഗ്ഗമാണ്, പക്ഷെ എനിക്ക് ക്രെഡിറ്റ് സ്കോർ ഇല്ല. ഇനി ഇവളുടെ അടുത്ത് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി
ആയിട്ട് ഹീറോയിൻ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോവാണ്. രാത്രിയായി. നമ്മുടെ അങ്കിളും അപ്പനും കൂടെ ഏതോ ഒരു കടയിൽ ചെന്ന് 2 ബിയറും അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, പഴയ കഥകളും പറഞ്ഞ്. ഹീറോയിന്റെ അമ്മ മരണപ്പെട്ടതിന്റെ കാരണം അവളുടെ അച്ഛനാണെന്ന് പറഞ്ഞിട്ടാണ് അവൾക്ക് ഭയങ്കര ദേഷ്യം. അമ്മ വയ്യാണ്ട് കിടക്കുമ്പോൾ ഈ പുള്ളി കട്ടെടുക്കാൻ പോയതാന്ന് തോന്നുന്നു. അമ്മയും മരണപ്പെട്ടു, പുള്ളി ജയിലുമായി. മോളെ ഇതുവരെ നോക്കാനും കഴിഞ്ഞിട്ടില്ല, അവൾക്ക് എന്തെങ്കിലും പണം കൊടുത്ത് സഹായിക്കാനും കഴിഞ്ഞിട്ടില്ല. എല്ലാത്തിനുള്ള ദേഷ്യം അവൾക്കുണ്ട്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആകും, അവസാനമായിട്ട് ഒരേ ഒരു ഫൈനൽ ജോബ് ചെയ്താൽ മതി, അതിന് താൻ തയ്യാറാണോ? ഡാഡി പറയും, ഞാനിപ്പോൾ ജയിലിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ, പുറത്തെ കാറ്റൊന്ന് ശ്വസിക്കട്ടെ, കുറച്ചെങ്കിലും ശ്വസിക്കട്ടെ, അത് കഴിഞ്ഞ് എന്നെ പറഞ്ഞോട്. നിനക്ക് നല്ല വല്ല ജോലിയും കിട്ടുമല്ലോടാ, കോട്ടും സൂട്ടിട്ട് നടക്കുന്നുണ്ടാവും, നാറിയ പരിപാടി മാത്രമേ ചെയ്യുള്ളൂ. അപ്പം അങ്കിള് നീ എന്താ ഈ പറയുന്നു? നല്ല ജോലിക്കൊക്കെ ഞാൻ ശ്രമിച്ചതാ, എനിക്കും കുടുംബവും കുട്ടിയൊക്കെ ഇല്ലേ, നിന്റെ പെങ്ങളെ തന്നെയല്ലേ ഞാൻ കിട്ടിയത്. എന്തേലും നല്ല ജോലിക്ക് പോകാന്ന് വെച്ചാൽ ഈ കാലം വെച്ച് ആരും എന്നെ ജോലിക്ക് എടുക്കുന്നില്ല. സ്വന്തമായിട്ടൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങണമെന്ന് എനിക്കും ഉണ്ട്, പക്ഷെ പണം വേണ്ടേ. ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എല്ലാ പണിയും നിർത്തിക്കോളാം, ദയവ് ചെയ്ത് എന്നെ സഹായിക്കും. പറ്റില്ല, നീ എന്ത് പറഞ്ഞാലും ആ പരിപാടിക്ക് ഇനി ഇല്ലാന്നും പറഞ്ഞ് അച്ഛൻ വാശി പിടിച്ച് മാറി നിൽക്കുന്നു. അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ പിറ്റേന്ന് ഹീറോയിൻ ജോലിയൊക്കെ അന്വേഷിച്ച് ക്ഷീണിച്ച് തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിയെ ഷോപ്പിലെ ഒരു കോലം കണ്ട് അതിലെ വസ്ത്രം കണ്ട് ഇങ്ങനെ മോഹിച്ച് നിൽക്കുകയാണ് അവള്. അപ്പോഴാണ് നമ്മുടെ കളിക്കൂട്ടുകാരൻ വരുന്നത്. ഹലോ, ആരത്? സുന്യോ? തന്നെ ഇവിടെ കാണുമെന്ന് പ്രതീക്ഷിച്ചില്ല, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാണ്, നമ്മൾ പരിചയപ്പെട്ട ആൾക്കാരല്ലേ വരുമെന്നും പറഞ്ഞ് എങ്ങനെയൊക്കെയോ കൺവിൻസ് ചെയ്ത് ഇയാളെ ഹീറോയിനെ വിളിച്ചോണ്ട് പോയി നല്ലൊരു ഫാൻസി ഹോട്ടലിലേക്ക്. മടിക്കൊന്നും വേണ്ട, ഒരു സ്വന്തക്കാരനായിട്ട് വിചാരിച്ചിട്ട് കഴിച്ചോന്നും പറഞ്ഞ് സ്നേഹത്തോടെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ ഒരാള് ഒരു കവറുമായിട്ട് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അതവിടെ ചേറി വെച്ചിട്ട് പോകും. ഇവള് ചോദിക്കും അതെന്താണെന്ന്. അപ്പൊ കളിക്കാരൻ പറയാ, അത് നീ ഇഷ്ടപ്പെട്ട ഡ്രസ്സാ, കുറച്ചു മുന്നേ നോക്കി നിന്നില്ലേ, ആ ഡ്രസ്സാണത്, ധരിച്ചു നോക്ക്, അളവൊക്കെ കറക്റ്റ് ആയിരിക്കും. ഉടനെ ഇവൾക്ക് സംശയം, സാറെന്താ ഇത്രയും നൈസായിട്ട് എന്നോട് പെരുമാറുന്ന, ഇത്രയും സ്നേഹത്തോടെ? അപ്പൊ അയാൾ പറയും, ഇന്നലെ നടന്ന സംഭവമല്ലേ, എന്റെ ജോലിക്കാരൻ നിന്നോട് മോശമായിട്ട് പെരുമാറി, അതിനൊരു പ്രത്യുപകാരം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചെയ്താ. ഞാൻ നിന്നെ സഹായിക്കണമെന്നേ വിചാരിച്ചിട്ടുള്ളൂ, എനിക്കറിയാം നിന്റെ കഷ്ടപ്പാടൊക്കെ, 1 മാസം എടുത്താലും ഇത്രയും പണം അടച്ചു തീർക്കാൻ നീ ഒരുപാട് ബുദ്ധിമുട്ടുമെന്നറിയാം, അതിലും നിന്നെ സഹായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, നീ എന്റെ കൂടെ ഡേറ്റ് ചെയ്യ്, 1 മാസം ഡേറ്റ് ചെയ്യ്, ഓരോ തവണയും $1000 വീതം ഞാൻ തരാം. 1 മാസം ആവുമ്പോഴേക്കും നീ തരേണ്ട പണം ആയിക്കഴിയുമല്ലോ. ഉടനെ അവള് ദേഷ്യപ്പെട്ട് എഴുന്നേൽക്കും. അതിന്റെ ആവശ്യമില്ല, തനിക്ക് തരാനുള്ള പണം ഞാൻ 1 മാസത്തിൽ തരാം. അപ്പൊ കളിക്കാരൻ, ഇരിക്കി, ദേഷ്യപ്പെടണ്ട, ഞാൻ പറയുന്നത് കേൾക്ക്, നിനക്ക് പണം കൂടുതൽ വേണമെന്ന് എനിക്ക് മനസ്സിലായി, എന്നാ പിന്നെ 2000, ഓരോ ഡേറ്റിനും $2000 വെച്ച് തരാം. അപ്പൊ അവള്, ഞാൻ തനിക്കെതിരെ സെക്ഷൽ ഹറാസ്മെന്റിന് കേസ് കൊടുക്കും. തമാശ കളിക്കുകയാണ്. ഉടനെ കളിക്കാരൻ പറയും, ഞാൻ എപ്പോഴും നിന്നെ ഹറാസ് ചെയ്ത്, ഞാനൊരു ഓഫർ തന്നേ ഉള്ളൂ നിനക്ക്, എനിക്ക് നിന്റെ കൂടെ കുറച്ച് സമയം ഫണ്ണായിട്ടിരിക്കണം. നീ എന്താ പണത്തിന് വേണ്ടി ഡേറ്റ് ചെയ്യില്ലേ? വിർജിനായിട്ട് അഭിനയിക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ പറ സത്യത്തിൽ വിർജിനാണോ? അതെനിക്ക് സന്തോഷ. ഇത് കേട്ട ഉടനെ പെണ്ണ് ദേഷ്യപ്പെട്ട് വെള്ളം എടുത്ത് അവന്റെ മോന്തയ്ക്ക് ഒഴിച്ചിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോവാൻ നിൽക്കുകയാണ്. അപ്പൊ കളിക്കാരൻ പറയും, ഈ ഓഫർ നീ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ ഞാൻ എന്റെ നിയമങ്ങൾ നടപ്പാക്കേണ്ടി വരും. എന്റെ കസ്റ്റമറോട് പ്രിൻസിപ്പൾ തെറ്റിച്ചു കഴിഞ്ഞാൽ ഞാൻ ചില കാര്യങ്ങൾ ചെയ്യും, അത് നീ അനുഭവിക്കേണ്ടി വരും എന്നിവൻ വാൺ ചെയ്യുന്നുണ്ട്. ഇവളവിടെ നിന്നൊന്നും മിണ്ടാതെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. വന്ന് നോക്കുമ്പോണ്ടാവും ഇവളുടെ കസിനെ കാണുന്നില്ല. കസിനെ ഈ പലിശക്കാര് പൊക്കിന്ന് അവൾക്ക് മനസ്സിലായി. നേരെ അവരുടെ ഓഫീസിലേക്ക് ചെല്ലുന്നു. അവിടെ ഉണ്ട് കസിൻ. ഇവള് ചെന്നുടനെ അവന്മാര് പറയും, വട്ടിയും പലിശയൊക്കെ ചേർത്ത് ഏകദേശം 10 ലക്ഷം രൂപയോളം ഇവർ കൊടുക്കാനുണ്ട്. അത്രയും പണമൊന്നും വരില്ല, അത് ഇരട്ടി പലിശയാണെന്ന് ഇവള് പറയുമ്പോൾ ഇവളെ കസിൻ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എത്ര പലിശയാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇവർ പെട്ടുകിടക്കാണ്. ആ സമയത്താണ് ആരെയോ തല്ലിക്കൊന്ന് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പണവുമായിട്ട് ഒരുത്തം വരിക. രക്തം വരെ പറ്റിയിട്ടുണ്ട് പണത്തിൽ. ഈ പണം എടുത്തുകൊണ്ട് പോയി ഇയാള് ഒരു സേഫിനകത്ത് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹീറോയിനെ വിളിച്ച്, എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ, എല്ലാരെയും ട്രീറ്റ് ചെയ്യുന്ന പോലെ ഇത്രയും സുന്ദരിയായ നിന്നെ ട്രീറ്റ് ചെയ്യാൻ എനിക്ക് വയ്യ, സ്നേഹിച്ചു പോയില്ലേ? എന്നാ ശരി, എന്റെ സ്നേഹത്തിന് വേണ്ടി 3000, താഴെയില്ല മേലെയില്ല, 3000 ഓക്കെ അല്ലേ? അവള് നിനക്ക് പ്രാന്താണോ? നീ എത്ര 1000 തന്നാലും ഞാൻ ഇതിന് സമ്മതിക്കില്ല എന്ന് പറയും. ഉടനെ വില്ലൻ തന്റെ പണിക്കാരെ വിളിച്ച്, മാഡത്തിനെ വിളി, 2 പെണ്ണുങ്ങൾ സെയിലിനുണ്ടെന്ന് പറയും, അവർക്ക് കൊടുക്കാം, നമ്മുടെ ഇൻട്രസ്റ്റ് പണം അതിൽ കഴിയും, മെയിൻ എമൗണ്ട് ഇവരുടെ ഫ്ലാറ്റ് വിറ്റാ കിട്ടുന്ന പണം കൊണ്ട് അതും അടച്ചു ചേർക്കാം. ഈ കസിനാണെങ്കിൽ ബോഡി വേവറിന് വരെ മെമ്മറാണ്ടം കൊടുത്തിട്ടുണ്ട്, എല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് എതിർക്കാൻ പറ്റില്ല. ആകെപ്പെട്ട അവസ്ഥയാണ്. ഹീറോയിന്റെ കയ്യിലൊരു 4 ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവും. അത് വെച്ചാൽ ഏകദേശം ഒരു 2 ലക്ഷം രൂപ കിട്ടും. ഇന്ന് ഈ പണം ആദ്യം തിന്നോ, ബാക്കിയുള്ളത് ഞങ്ങൾ സെറ്റിലാക്കാന്നും പറഞ്ഞ് അത് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയും. അവനും ഹാപ്പിയായി. ഇപ്പൊ ഇൻട്രസ്റ്റ് സെറ്റിലായി, ഇനി മെയിൻ എമൗണ്ട് അത് നിങ്ങളുടെ ഫ്ലാറ്റ് വെച്ച് ഞാൻ ഉണ്ടാക്കിക്കൊള്ളാമെന്നും പറഞ്ഞ് ഇവന്മാർ അവരെ ഫ്ലാറ്റിന്റെ യഥാർത്ഥ ഓണറെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് പണം വാങ്ങിച്ചു കളയും. അങ്ങനെ അവരുടെ കടം സെറ്റിലായി. പക്ഷെ ഇപ്പോൾ ഡെപ്പോസിറ്റ് പണം കൊടുത്തുകൊണ്ട് തന്നെ ഫ്ലാറ്റ് ഓണർ, പഴയ ഓണർ ഇവരോട് ഫ്ലാറ്റ് കാലിയാക്കാൻ പറയും. ഒരൊറ്റ ദിവസം സമയം തരൂ, ഞങ്ങൾ കാലിയാക്കാന്നും പറഞ്ഞ് ആ സമയം മാത്രം വാങ്ങിച്ചിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നുള്ള വിഷമത്തിലായിരിക്കും രണ്ടുപേരും. ഇതെല്ലാം അവളുടെ അച്ഛൻ കാണുന്നുണ്ട്. തന്റെ മോള് കഷ്ടപ്പെടുന്നു. അയാൾ ഇനി കൊള്ളയടിക്കില്ല, കക്കില്ല എന്നുള്ള വാശിപിടുത്തത്തിലായിരുന്നു. എന്നാൽ മോളെ സഹായിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് നേരെ അളിയന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എനിക്ക് നിന്റെ സഹായം വേണം, അവസാനമായിട്ട് ഒരു വർക്ക് നമുക്ക് ചെയ്യാം. അങ്ങനെ ആ ഒരു വർക്കിന് വേണ്ടി ഇവർ പ്ലാൻ ചെയ്യുന്നു. ആദ്യമേ നമ്മുടെ ഹാക്കർ പയ്യനില്ലേ, അമ്മയ്ക്ക് ക്യാൻസറായ ഹാക്കർ പയ്യൻ,
അവനെ ഇവർ വിളിച്ചു വരുത്തുന്നു. ഇവൻ അടിപൊളി ഹാക്കറാ, ഇടയ്ക്ക് ജയിലിലൊക്കെ പോയിട്ടുണ്ട്, എന്നാലും വലിയ തെറ്റില്ലാതെ രക്ഷപ്പെട്ടു. നമുക്ക് വേണ്ട സഹായവും ചെയ്തു തരും. പണ്ടത്തെ കാലമല്ല, ഇപ്പോഴത്തെ ലോക്കെല്ലാം ഡിജിറ്റലാണല്ലോ, അതുകൊണ്ട് ഇവന്റെ ആവശ്യമുണ്ട്. ഇവരേതോ ഒരു ബാങ്ക് കൊള്ളയടിക്കാനുള്ള പ്ലാൻ ചെയ്യുന്നു. നമ്മുടെ മഞ്ഞപ്പുള്ളയുടെ വീട്ടിലിരുന്ന്. മഞ്ഞപ്പുള്ള ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവർ പറഞ്ഞു കൊടുക്കുന്നില്ല. നീ പോയി നിന്റെ പണിയെടുക്കടാന്ന് പറയും. മഞ്ഞപ്പുള്ളയാണെങ്കിൽ നേരെ നിന്റെ അപ്പനും അങ്കിളും ചേർന്ന് എന്തൊക്കെയോ പ്ലാൻ ഉണ്ടാക്കുന്നതെന്ന് ഹീറോയിനോട് ചെന്ന് പറയും. ഹീറോയിൻ ദേഷ്യപ്പെട്ട് വരുവാണ് രണ്ടിനെയും കൊല്ലാൻ വേണ്ടി. ഞാനിവിടെ ചക്രശ്വാസം വലിച്ച് ജീവിക്കണോ മരിക്കണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും നിങ്ങൾ എൻ്റെ ഉള്ള സമാധാനവും കിടത്തി കൊള്ളയടിക്കാൻ പോവാണോ? ഒരിക്കലും നന്നാവില്ല. ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നത് നിങ്ങൾ കാണുന്നില്ല. അപ്പം അപ്പം പറയും, നിന്റെ കഷ്ടപ്പാട് കണ്ടിട്ടാണ് ഞാൻ ഈ ജോലി ചെയ്യാൻ തീരുമാനിച്ചു. അവൾ കുറേ നേരം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പറയും, എന്നാ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ പ്രൊജക്റ്റിൽ എന്നെയും കൂടെ ഉൾപ്പെടുത്താം. ഇനി എനിക്ക് വേറെ ഓപ്ഷനില്ല. എന്തെങ്കിലും ചെയ്യാതെ ഒരു രക്ഷയുമില്ല. എല്ലാവരും ഷോക്കാവും. നീ സത്യമാണോ പറയുന്നത്? അതെ, സത്യമാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചത് നിങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ്. അതുകൊണ്ട് ഇതെനിക്ക് ചെയ്തേ പറ്റൂ. ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. എന്നാൽ കൊള്ളയടിക്കേണ്ടത് ആരെയാണ്, എവിടുന്നാണെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ഇത് കേട്ട ഉടനെ നമ്മുടെ മഞ്ഞപ്പുള്ളയും പറയും, ഞാനുണ്ട് കൂടെ. സ്യോനും ഉണ്ടെങ്കിൽ ഞാനുണ്ട്. കസിനും കൈബുക്കാണ്, ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ട് എല്ലാ മണ്ടപ്രാന്തും ചേർന്ന് കൊള്ളയടിക്കാൻ പോണത് എവിടെയെന്നറിയോ? നമ്മുടെ കളിക്കാരൻ്റെ ഓഫീസ്. ഇവള് പടമൊക്കെ വരച്ച് കാണിക്കും. ഞങ്ങളെ കൊണ്ടുപോകുമ്പോൾ ഇത്ര ക്യാമറകളുണ്ടായിരുന്നു, ഇത്ര ജോലിക്കാരുണ്ട്. മെയിൻ ബോസിന്റെ മുറിയിലെ ഏറ്റവും സൈഡിൽ ഒതുക്കത്തിലാണ് ആ സേഫ് ഉള്ളത്. ചുറ്റും ക്യാമറയുണ്ട്. ഈ ബോസിന്റെ മുറിയിലേക്ക് കയറണമെങ്കിൽ ഡിജിറ്റൽ ലോക്ക് ഉണ്ട്, അത് ഓപ്പൺ ആക്കണം. ക്യാമറകളിൽ നമ്മൾ പെടുകയും ചെയ്യും. ഹാക്കർ മോനാണെങ്കിൽ എല്ലാ ഫൂട്ടേജും ഞാൻ ഡിലീറ്റ് ചെയ്തോളാം, ആ ഡിജിറ്റൽ ലോക്കും ഞാൻ തുറന്നു തന്നോളാം. ഇനിയുള്ളത് അനലോഗ് ലോക്കാണ്, ആ മെയിൻ സേഫിന്റെ. അതിൽ 4 നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഉണ്ട്. ആദ്യത്തേത് 30ഉം രണ്ടാമത്തേത് 70ഉമാണ്. അത് രണ്ടും ഞാൻ കണ്ടു. ഇനി ബാക്കിയുള്ളത് കണ്ടുപിടിച്ചാൽ മതി. അത് കേട്ടുടനെ അളിയൻ, ഒറ്റ നോട്ടത്തിൽ നീ ഇതെല്ലാം പഠിച്ചോ? തന്തയുടെ മോള് തന്നെ. ഇത് കേൾക്കുമ്പോൾ തന്ത അളിയന്റെ മണ്ടയ്ക്കിട്ട് ഒരെണ്ണം കൊടുക്കും. പക്ഷെ സംഭവം സത്യ തന്തയുടെ മോള് തന്നെ. ഇനിയിപ്പോൾ ഏത് സമയത്താണ് ഇവരവിടെ കയറി മോഷ്ടിക്കേണ്ടത് എന്നും കൂടെ മാർക്ക് ചെയ്യണം. അതിനുവേണ്ടി ഇവർ ആ ഓഫീസിൽ കാവൽ കിടക്കും. ഓഫീസിന് മുന്നിൽ ഒരു കറുത്ത വാനും പാർക്ക് ചെയ്ത് ഒളിച്ച് കാവൽ കിടക്കുകയാണ്. ജോലിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി കഴിയുമ്പോൾ ഒരു 2-3 പേര് ആ ഓഫീസിലുണ്ടാവും എല്ലാ സമയത്തും. അവർക്ക് വേണ്ട ഫുഡ് ഏകദേശം 8-9 മണിയാകുമ്പം ദിവസവും ഡെലിവർ ആവുന്നുണ്ട്. ഇവർ ആ ഡെലിവറി ബോയിനെ ടാർഗറ്റ് ചെയ്യും. ഫുഡുമായിട്ട് വരുന്ന ഡെലിവറി ബോയ്. അവന്റെ ശ്രദ്ധ തിരിക്കണമെങ്കിൽ ഇവരെ കൂട്ടത്തിൽ ഒരു പെണ്ണ് ചെന്ന് വസ്ത്രം മാറ്റി ഫ്ലാഷ് ചെയ്ത് കാണിക്കണം. അപ്പൊ പെണ്ണിന്റെ ശരീരം കണ്ട് അവളെ പുറകെ അവൾ ട്യൂൺ ചെയ്ത് വിളിച്ചാണെന്ന് വിചാരിച്ചിട്ട് ഇവൻ പോകുന്ന നേരത്ത് ഇവരെ ടീമിലെ മറ്റൊരുത്തൻ ഓടി വന്ന് ആ ഡെലിവറി ചെയ്യാനുള്ള ഫുഡിൽ മയക്കുമരുന്ന് കലർത്തണം. ഈ ഫ്ലാഷ് ചെയ്ത പെണ്ണ് അവനെ പറ്റിച്ച് അവിടുന്ന് രക്ഷപ്പെടും. ഇതൊന്നും അറിയാതെ ഡെലിവറി പയ്യൻ ആ പെണ്ണ് മിസ്സായ സങ്കടത്തിൽ ഈ ഫുഡ് ശ്രദ്ധിക്കാതെ കൊണ്ടുപോയി ഡെലിവറി ചെയ്യുന്നു. അത് കഴിച്ച് അവിടെ കാവലെടുക്കുന്ന ആൾക്കാർ ബോധം കെട്ടുപോകും. ആ സമയം നോക്കി ഇവർ കൊള്ളയടിക്കുക. ഇതാണ് പ്ലാൻ. ഇനിയിപ്പോൾ ആരാണ് ഫ്ലാഷ് ചെയ്ത് കാണിക്കുക? കൂട്ടത്തിൽ സുന്ദരി കന്നഡക്കാരിയാണ്. നീ തന്നെ ഫ്ലാഷ് ചെയ്തോ എന്ന് പറയും നമ്മുടെ ഹീറോയിൻ. അവൾക്കത് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ സത്യങ്ങൾ വിളിച്ച് പറയാതെ. പിറ്റേന്ന് ഡെലിവറിക്കാരൻ പുറപ്പെടുന്ന സമയം അങ്കിള് വിളിച്ച് ഇൻഫോം ചെയ്യുന്നു. കറക്റ്റ് ഒരു തെരുവിന്റെ സൈഡിൽ വെച്ച് നമ്മുടെ കസിൻ കുട്ടി തുണി മാറ്റി കാണിച്ചു കൊടുക്കും. അത് കണ്ട് ഡെലിവറി ചെറുക്കനാണെങ്കിൽ എന്തൊരു വൃത്തികെട്ട ജന്തുവാണത്, ഇവളുടെ ശരീരം കണ്ട ഓക്കാനം വരുന്നു, ഇത്രയും മോശപ്പെട്ട പെണ്ണുങ്ങളുണ്ടോന്നും പറഞ്ഞ് അവളെ തെറിയും വിളിച്ച് മാറിപ്പൊക്കളെ. പെണ്ണിരുന്ന് കരയാണ്. ആ നാറി കണ്ണ് തുറന്നു പോലും എന്നെ നോക്കിയില്ല. ശരിക്കും കണ്ണ് തുറന്ന് നോക്കിയിരുന്നെങ്കിൽ എൻ്റെ സൗന്ദര്യം അവൻ കണ്ടേനെ. അവൻ അറിയില്ലായിരുന്നു അവൻ എനിക്ക് കൊല്ലണം. യഥാർത്ഥ സൗന്ദര്യം അവൻ അറിയില്ല. അപ്പൊ ഇവരെല്ലാം കൂടിയിരുന്ന് ശരി പോട്ടെ, ഫസ്റ്റ് ട്രയൽ ഫെയിലിയർ ആയിപ്പോയി, നമുക്ക് സെക്കൻഡ് ട്രയൽ നടത്താം. ഇപ്രാവശ്യം ഹീറോയിൻ ചെയ്യട്ടെ. ഒരുപക്ഷെ അവളെ അവൻ ഇഷ്ടപ്പെട്ടാലോ? അതല്ലെങ്കിൽ അടുത്തത് ഏതെങ്കിലും ആണുങ്ങൾ ചെയ്യേണ്ടി വരും. അവൻ ഏത് വകുപ്പിൽപ്പെട്ടവനാണെന്ന് അറിയില്ലല്ലോ. എന്തായാലും ഇത് ശ്രമിച്ചു നോക്കാമെന്നും പറഞ്ഞ് പിറ്റേന്ന് ഹീറോയിൻ ഫ്ലാഷ് ചെയ്യും. അതവൻ ഇഷ്ടപ്പെട്ടു. അവൻ വെയിറ്റ്, നിക്ക് മിസ് നിക്കെന്നും പറഞ്ഞ് ഹീറോയിന് പുറകെ പോവാണ്. അപ്പൊ ആരും തന്നെ മറക്കണ്ട, കുക്കു FM-ന്റെ 7-day ഫ്രീ ട്രയൽ ഓഫർ, നെവർ ബിഫോർ ഓഫർ. അടുത്ത 7 ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് ലിമിറ്റ്ലെസ് കണ്ടന്റുകൾ നിങ്ങൾക്ക് കേൾക്കാം. ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ.